കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രം. പൊന്നുണ്ണിക്കണ്ണൻ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിലാണ് നമുക്ക് ദർശന സൗഭാഗ്യം നൽകുന്നത്. നിത്യവും ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പുണ്യഭൂമിയാണ് ഗുരുവായൂർ ക്ഷേത്രം. അവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്വപ്നങ്ങളും ഉണ്ടാകും. ഒരുപാട് നേരം ക്യൂ നിന്ന് അവിടെ ഓരോരുത്തർ ജപിക്കുന്ന ഓരോ നാമങ്ങൾ അവരുടെ കൂടെ ചൊല്ലി ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കുമ്പോൾ ആ വിളക്കിൻ്റെ പ്രഭയിൽ നമ്മളുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. കൃഷ്ണഗീതി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ഗുരുവായൂരപ്പന് പലവിധ വഴിപാടുകളും ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ഒരു ചിലവുമില്ലാതെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്ന അതീവ പുണ്യകരമായ ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, 21 പ്രദക്ഷിണം. എന്തുകൊണ്ടാണ് 21 പ്രദക്ഷിണത്തിന് ഇത്ര പ്രാധാന്യം? ഇത് നടത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പ്രദക്ഷിണം എന്നാൽ എന്താണെന്ന് പറയാം. പ്ര എന്നാൽ സർവപാപനാശം, ദ എന്നാൽ ആഗ്രഹസാഫല്യം മോക്ഷം, ക്ഷി എന്നാൽ ജന്മസാഫല്യം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, നം എന്നാൽ ഐശ്വര്യം. ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ് പ്രദക്ഷിണം. ഒറ്റയടി പ്രദക്ഷിണം സ്ത്രീകൾക്കും ശയന പ്രദക്ഷിണം പുരുഷന്മാർക്കും. 21 പ്രദക്ഷിണം ചെയ്താൽ 3 തലമുറയായി ചെയ്ത പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. ശുദ്ധമായ മനസ്സും ശരീരവും വെച്ച് വേണം പ്രദക്ഷിണം ചെയ്യാൻ. ഇനി എന്തുകൊണ്ടാണ് 21 എന്ന സംഖ്യ? നമ്മളുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണനകൾ, 5 തന്മാത്രകൾ, പിന്നെ നമ്മുടെ മനസ്സ്, ഇങ്ങനെ 21 ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യ ശരീരം എന്ന് കരുതുന്നു. 21 പ്രദക്ഷിണം നടത്തുമ്പോൾ ഈ 21 ഘടകങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. രോഗദുരിതങ്ങൾ മാറാനും ഉദ്യോഗ തടസ്സങ്ങൾ നീങ്ങാനും ഭക്തർ 21 പ്രദക്ഷിണം വഴിപാടായി നടത്താറുണ്ട്. ഇനി എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടതെന്ന് പറയാം. പ്രദക്ഷിണം വളരെ സ്പീഡിൽ ഓടിക്കിതച്ചുകൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒന്നല്ല. സംസാരിച്ചുകൊണ്ടും പ്രദക്ഷിണം വെക്കരുത്. ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒരു പാത്രത്തിൽ എണ്ണയുമായി നടക്കുമ്പോൾ എത്രത്തോളം ഏകാഗ്രത എടുക്കുന്നുവോ അതുപോലെ വേണം ഓരോ അടിയും വയ്ക്കാൻ. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കൈകൾ കൂപ്പിപ്പിടിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഓം നമോ നാരായണായ എന്നോ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടോ വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ഓരോ പ്രദക്ഷിണവും ഭഗവാനിലേക്കുള്ള ഓരോ പടികളാണെന്ന് കരുതുക. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ് സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം വയ്ക്കാമോ എന്ന്. ആചാരപ്രകാരം സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം പാടില്ല. അതിനു പകരമാണ് സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം പറഞ്ഞിട്ടുള്ളത്. ശരീരം മുഴുവൻ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പുരുഷന്മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാദത്തിൽ തൊട്ടുവെച്ചാണ് സ്ത്രീകൾ അടിപ്രദക്ഷിണം ചെയ്യേണ്ടത്. പുരുഷന്മാർ ചെയ്യുന്ന ശയന പ്രദക്ഷിണത്തിൻ്റെ അതേ ഫലം തന്നെയാണ് സ്ത്രീകൾ ചെയ്യുന്ന അടിപ്രദക്ഷിണത്തിനും ഉള്ളത്. വിവാഹ തടസ്സങ്ങൾ മാറാനും സന്താനലബ്ധിക്കും
കുടുംബ ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ ഗുരുവായൂരപ്പൻ്റെ നടയിൽ അടിപ്രദക്ഷിണം വയ്ക്കുന്നു. തിരക്കുള്ള സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഭഗവാനിലുള്ള ഏകാഗ്രത വിടാതെയും വേണം ഈ പ്രദക്ഷിണം വയ്ക്കാൻ. പ്രദക്ഷിണം വെക്കേണ്ട സമയം ഗുരുവായൂരിൽ ഏത് സമയത്തും പ്രദക്ഷിണം വയ്ക്കാമെങ്കിലും നിർമ്മാല്യ ദർശനത്തിന് ശേഷമുള്ള സമയത്തും ദീപാരാധനയ്ക്ക് ശേഷമുള്ള സമയത്തും പ്രദക്ഷിണം വയ്ക്കുന്നത് അതിവിശേഷമാണ്. ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണത്. ഇനി പ്രദക്ഷിണം നടത്തുമ്പോൾ ഈ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് വേണം പ്രദക്ഷിണം തുടങ്ങാൻ. യാനി കാനി ച പാപാനി ജന്മാന്തരകൃതാനി ച നാനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. ഇതിൻ്റെ അർത്ഥം നാം ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്തു പോയ പാപങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ്. ഇനി പ്രദക്ഷിണത്തിൻ്റെ എണ്ണവും ഫലവും. ഒരു പ്രദക്ഷിണം പാപനാശത്തിനും 3 പ്രദക്ഷിണം ആഗ്രഹം നിറവേറാനും 5-7 പ്രദക്ഷിണം ശത്രുദോഷം മാറാനും 21 പ്രദക്ഷിണം സർവ ഐശ്വര്യം കാര്യസിദ്ധി എന്നിവയ്ക്കുമാണ് വയ്ക്കുന്നത്. ഗുരുവായൂരിൽ വന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനടയിൽ 21 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന ഉന്മേഷവും മനസ്സിന് കിട്ടുന്ന കുളിർമയും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.